ഹൃദയത്തുടിപ്പുകൾ അടക്കിപ്പിടിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ കടന്നുവന്ന എന്റെ മുന്നിൽ ഈ കാമ്പസിന്റെ കവാടം മലർക്കെ തുറക്കപ്പെട്ടു. ഇനിമുതൽ ഞാനും ഈ കലാലയത്തിന്റെ സന്തതിയാവുകയാണ്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പൂച്ചെണ്ടുകളുമായി കടന്നുവന്ന ചേട്ടന്മാരും ചേച്ചിമാരും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പുതിയ ഭാഷ പകർന്നു നൽകി. പല മഹാരഥന്മാരും നടന്നുകയറുകയും ഇറങ്ങുകയും ചെയ്ത പടവുകളിലൂടെ തന്നെയാണ് ഞാനും നടന്നു നീങ്ങിയത്. യൗവനത്തിന്റെ ചോരത്തിളപ്പുകൾ നിലയ്ക്കാത്ത ഇരുളടഞ്ഞ മനസ്സുകളിലേക്ക് അറിവിന്റെയും നന്മയുടെയും പ്രകാശമായി കടന്നുവരികയും മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ മികവുറ്റ പ്രവർത്തന ശൈലി കൊണ്ടും വേറിട്ടു നിൽക്കുന്ന ആശയങ്ങൾ കൊണ്ടും ക്യാമ്പസിന്റെ സർഗാത്മക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന യൂണിയന്റെ നട്ടലാണിവർ. അക്ഷരങ്ങൾ കൊണ്ടു ജാലവിദ്യ തീർക്കുന്ന പുസ്തകങ്ങൾക്കു പറയാനുണ്ടായിരുന്നത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പുത്തനുണർവിന്റെയും കഥകളായിരുന്നു. പല മുറികളിലിരുന്നു പഠിക്കുന്നവർക്കെല്ലാം കൂടി ഒരു മുറി, അതാണ് ലൈബ്രറി. ക്ലാസ്സില്ലാത്തവരും ക്ലാസ്സിൽ കയറാത്തവരുമെല്ലാം പുസ്തകപ്പുഴുക്കളായി മാറുന്ന കാഴ്ചയാണ് ഇവിടുത്തേത്. എത്ര വസന്തങ്ങൾ കടന്നുപോയി, എത്ര ശലഭങ്ങൾ മധു നുകർന്നുപോയി, അതിലേറെ അധ്യാപകരും വിദ്യാർത്ഥികളും വന്നുപോയി. എന്നിട്ടും ഇന്നും അനശ്വരമായി നിലകൊള്ളുന്നത് എന്റെ ക്ലാസ് മുറികളും അതിലെ കറുത്ത ബോർഡും അവയിലെ വെളുത്ത അക്ഷരങ്ങളും മാത്രമാണ്. ലാറ്റിനമേരിക്കൻ നാടുകളിൽ വിപ്ലവജ്വാലകൾ ആളിപ്പടരുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് കൂച്ചുവിലങ്ങിടാൻ ഇവിടത്തെ അധികാരിവർഗങ്ങൾ ശ്രമിച്ചത് ചരിത്രം. പ്രതിഷേധ കൊടുങ്കാറ്റുയർന്നതിന്റെ മാറ്റൊലികൾ തലസ്ഥാന നഗരിയെ നിശ്ചലമാക്കിയപ്പോഴും ഈ ക്യാമ്പസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ കവിതകളായി മാറുന്ന മുദ്രാവാക്യം വിളികളും ചരിത്രലിപികളാകുന്ന ചുവരെഴുത്തുകളും ഇവിടെ കാണാം. ഇതിനു മുമ്പിലെത്തുന്നവരെല്ലാം ഒരു നിമിഷമൊന്ന് ശങ്കിച്ചു നിൽക്കാറുണ്ട്. ആദ്യം മുഖം മിനുക്കണോ അതോ പെട്ടകത്തിനുള്ളിലെ നോട്ടീസ് മനഃപ്പാഠമാക്കണോ? ഇതാണ് ഏവരുടെയും ചിന്ത. ഏവരുടെയുമെന്ന് പറഞ്ഞാൽ ഈ എന്റെയും. ഈ കലാലയത്തിലെ മൾട്ടി ജിമ്മിൽ ഞാനെടുത്തുയർത്തിയ ഭാരങ്ങളെക്കാൾ എത്രയോ വലുതാണ് ഇവിടുത്തെ കടയിലെ പറ്റ്. ഇവരാണ് പുസ്തകപ്പുഴുക്കൾ. കണ്ടില്ലേ, പരീക്ഷയൊന്നുമില്ലാത്തപ്പോഴും കുത്തിയിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ പിന്നെ പരീക്ഷയുള്ളപ്പോഴത്തെ കഥ പറയണോ? വലതുകാൽ വെച്ച് കയറണേ. MG യൂണിവേഴ്സിറ്റിയിലെ ഏക റിസർച്ച് ലാബാണിത്. ഇവിടെ കയറുന്ന പലരുടെയും വിചാരം ഞങ്ങളെല്ലാം ശാസ്ത്രജ്ഞന്മാരാണെന്നാണ്. നല്ല ബലമായി ഉറപ്പിച്ച കെമിക്കൽ സ്റ്റാൻഡുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ആരും ഈ വഴി പോവാറില്ല. വായ മൂടിക്കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ആയിരിക്കുന്ന കെമിക്കലുകൾക്കെല്ലാം എത്രയെത്ര ശാസ്ത്രജ്ഞന്മാരുടെ കഥകളാവും പറയാനുണ്ടാവുക. ഇതാണ് അക്വാകൾച്ചർ ലാബ്. സുവോളജി വിദ്യാർത്ഥികൾ മീൻ വെട്ടിപ്പടിക്കുന്ന സ്ഥലം. നല്ല ഇനം ചെമ്മീൻ മുതൽ കൊമ്പൻ സ്രാവ് വരെ ഇവിടെയുണ്ടത്രേ. പ്രകൃതിയിലെ ജൈവവൈവിധ്യത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ട് ചില്ലുകൂട്ടിൽ തത്തിക്കളിക്കുന്ന മത്സ്യങ്ങൾ കണ്ണുകൾക്ക് കുളിർമ പകരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. ഇവിടെ കാണുന്നത് പുല്ലുകളല്ല, ഇന്നലകളുടെ സ്മാരകങ്ങളാണ്. ഇവിടെ 2 കഴുമരങ്ങൾ കണ്ടില്ലേ? ഗോൾ പോസ്റ്റാണെന്നാണ് പറയുന്നത്. വരുന്ന ഫുട്ബോൾ ലോകകപ്പിനുള്ള യോഗ്യതാ ടീം ഇവിടെ നിന്നാണത്രേ പരിശീലനം നേടുന്നത്. അനുഗ്രഹവർഷം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇതൊരു പുതിയ വാക്കല്ലായിരുന്നു. എന്നാൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നത് ഈ ആൽമരമാണ്. ഉച്ചയിലെ പൊരിയുന്ന വെയിലിലും അരവയർ മുറുക്കിയുടുത്ത് ഇതിന്റെ തണലിൽ അഭയം തേടുന്നവർക്ക് കാക്കകളാണത്രേ അനുഗ്രഹവർഷം നൽകുന്നത്. പിന്നെ ചെറിയൊരു ചമ്മലോടെ കിട്ടിയ വരം കഴുകിക്കളയുവാൻ തൊട്ടടുത്ത പൈപ്പിൻ ചുവട്ടിലേക്ക് ഓട്ടമാവും. ഈ പൈപ്പിൻ ചുവട്ടിലാണ് പല പ്രണയങ്ങളും ആരംഭിക്കുന്നത്. ഒരു പുഞ്ചിരിയിൽ തുടങ്ങുന്ന ഈ ആത്മബന്ധം കലാലയത്തിന്റെ ഇടനാഴികളിലേക്കും അതിനുമപ്പുറമുള്ള ലോകങ്ങളിലേക്കും പടർന്നു പന്തലിക്കുന്നതും ഇവിടെ നിന്നാണ്. പൂത്തുകഴിഞ്ഞവയും പൂക്കാൻ കൊതിക്കുന്നവയും പൂക്കാതെ പോയതുമായ ഒരുപാട് പ്രണയങ്ങളുടെയും വിരഹവിഷാദ നൊമ്പരങ്ങളുടെയുമെല്ലാം ആർത്തനാദങ്ങൾക്ക് കാതോർത്തുകൊണ്ട് മനസ്സിൽ നേർത്ത മഞ്ഞിന്റെ കുളിർമ പകർന്നുകൊണ്ട് സ്വൈര്യവിഹാരം നടത്തുകയാണ് ഈ പ്രാവുകൾ. ഒടുവിൽ മാർച്ച് മാസം വന്നെത്തി. വിരഹവിഷാദങ്ങൾ മനസ്സിൽ കൂടുകൂട്ടുന്ന കാലം. ഈ ക്യാമ്പസ് എന്റെ സ്വന്തമല്ലെന്ന് കരുതുവാൻ ഇനി അധിക നാളുകളില്ല. ആദ്യമായി ഇവിടേക്ക് വന്നതും എല്ലാം മറന്നു കൈമാറിയ സൗഹൃദങ്ങൾക്കകത്ത് പുതിയ സങ്കേതങ്ങൾ കണ്ടെത്തിയതും മനസ്സിൽ മായാമുദ്രകൾ തീർത്ത പുഞ്ചിരികൾ സമ്മാനിച്ചതും പെയ്തൊഴിയാത്ത കാർമേഘം പോലെ കാത്തുവച്ച പ്രണയം ഒത്തിരി പൊട്ടിച്ചിരികളുടെ നടുവിലെ നൊമ്പരമായി മാറിയതും ഒക്കെ
ഒക്കെ ഓർമ്മകളായി മാറുകയാണ്. ഇനി ഈ കാഴ്ചകൾ ഒരപരിചിതന്റെ മാത്രമാവുകയാണ്. എന്റെയും പാദമുദ്രകൾ നിറഞ്ഞ ഈ മുറ്റത്തു നിന്ന് ഞാനും പടിയിറക്കം ആരംഭിക്കുകയാണ്. അവസാന നാളിലെ ആഹ്ലാദം പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് ഞങ്ങൾ. മറനീക്കിയെത്തുന്ന വിരഹനൊമ്പരത്തെ മറച്ചുപിടിച്ച് പുതിയ ജീവിതതാളങ്ങൾ കണ്ടെത്താനായി ചുവടുവയ്ക്കുകയാണിവിടെ. നുരയുന്ന ഈ ആഹ്ലാദങ്ങൾക്കകത്തും എന്റെ ചിന്തകൾ അല്പനേരത്തിനൊടുവിൽ എല്ലാ ഓർമ്മകളെയും ചേർത്ത് പിടിച്ച് തിരിഞ്ഞു നടക്കുന്ന ആ നിമിഷങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു. കുറച്ചുനേരം കൂടി നമുക്കിവിടെ നമ്മളായി മാറാം. കുറച്ചു നേരത്തേക്ക് കൂടി മാത്രം.